ഹായ് ഫ്രണ്ട്സ്, പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെ പാർട്ട് ടൈം ജോലിയും അതേപോലെ തന്നെ പരീക്ഷയും ഒരുമിച്ച് കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നു എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തത്തിൽ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും വരാൻ സാധ്യതയുള്ള ഒരു സംശയം കൂടിയാണത്, പാർട്ട് ടൈം ജോലിയുടെ കൂടെ എങ്ങനെ പരീക്ഷ കാര്യങ്ങളൊക്കെ കൂടി ഓടിക്കും എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അത് പറയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് ആ കാര്യം എന്താണെന്ന് പറയാം. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില സബ്ജക്റ്റുകൾ ഇയർലി എക്സാം ആണ്, അതായത് മുന്നത്തെ സെമസ്റ്ററിലും കൂടി കൂട്ടിക്കുഴച്ച് മനുഷ്യനെ വട്ടാക്കുന്ന രീതിയിലുള്ള പരീക്ഷകളാണ്. ചിലത് സെമസ്റ്ററിൽ എക്സാംസ് ആണ്, ആ ഒരു സെമസ്റ്ററിൽ മാത്രം ടോപ്പിക്സ് മൊത്തം എടുത്തിട്ടുള്ള പരീക്ഷ. ഇപ്പം എനിക്ക് ഈ വരുന്ന ആഴ്ച ഒരു ഇടുക്കാച്ചി പരീക്ഷയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയറിൽ മൊത്തം എടുത്തിട്ടുള്ള വലിയ പരീക്ഷയാണ്. അപ്പോൾ കഴിഞ്ഞ സെമ്മിലുള്ളത് കൊടുക്കണം, ഈ സെമ്മിലുള്ളത് എടുക്കണം. ബേസിക്കലി ഒരു ലോഡ് അസുഖങ്ങൾ, പിന്നെ ഓരോ ഓർഗൻസിന് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പാത്തോമോർഫോളജി. അപ്പോൾ ഞാനത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ ടീച്ചർ തന്ന PDF ഉണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ ഒരു നോട്ട്സ് ആദ്യം സെറ്റ് ചെയ്തു, ക്ലാസ് എടുക്കുന്ന പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം സെറ്റ് ചെയ്തു, അത് പ്രിൻ്റ് എടുത്തു. അത് നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ സെറ്റപ്പിലുള്ള നോട്ട്സ്. അത് കഴിഞ്ഞ് ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു സെറ്റ് നോട്ട്സ്. ഇതിലിപ്പോൾ ഒരു സെമസ്റ്ററിൻ്റെ നോട്ട്സ് ഉണ്ട്, രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ നോട്ട്സ്. രണ്ടാമത്തെ സെമസ്റ്ററിന്റെ നോട്ട്സ് ഇതിലുണ്ട്. അങ്ങനെ രണ്ട് സെമസ്റ്ററിലെ നോട്ട്സ്, രണ്ട് കുഞ്ഞു ബുക്കുകളായിട്ട് എനിക്കൊരു ഇച്ചിരി കൂടി കംഫർട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് നോട്ടിലായിട്ട് സെറ്റ് ചെയ്തത്, ഒരു സെമ്മ് രണ്ട് സെമ്മ്. അത് രണ്ടും സെമസ്റ്റർ എക്സാംസ് മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇയർലി ഫൈനൽ എക്സാം ആണ്. അപ്പോൾ ഇത് ഒക്കെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള എൻ്റെ അവസാനത്തെ ഒരു വലിയ നോട്ട്സാണ് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ അസുഖങ്ങൾ മാത്രം എഴുതി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബാക്കി ഓർഗൻസിനെ കുറിച്ച്, ഓരോ ഓർഗൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ കോഴ്സിനും ഓരോ രീതിയാണ്. ഇപ്പോൾ എൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലി അഥവാ റീടേക്ക്, നമ്മുടെ നാട്ടിൽ സപ്ലി എന്ന് പറയുന്നു, ഇവിടെ അത് റീടേക്ക് എന്നാണ് പറയപ്പെടുന്നത്. ആ സംഭവം ഒരു ചാൻസ് കിട്ടും, റീടേക്ക് ഒരു ചാൻസ് കിട്ടും. പക്ഷെ അതുകൂടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അടുത്ത സെമ്മിലേക്ക് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്ത് അടുത്ത ബാച്ച് ഈ പറയുന്ന സെമ്മിലേക്ക് എത്തണം. അപ്പോൾ നമ്മുടെ ഒരു വർഷം മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ ഒരു അരവർഷം കൂടി ഇരുന്ന് പഠിക്കണം. അപ്പോൾ മൊത്തം കൂട്ടി വരുമ്പോൾ 1.5 വർഷം പോയി കിട്ടും. അപ്പോൾ അതിലും ഭേദം പരീക്ഷ ഉള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുക, പാസ്സാവാൻ നോക്കുക. അതാണ് എൻ്റെ കേസ്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചില്ലേ പണി പാടും. അപ്പോൾ കുത്തിയിരുന്ന് പഠിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 2-3 ദിവസം ഇരുന്ന് പഠിപ്പ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ കേസ്. എൻ്റെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ സബ്ജക്റ്റും അങ്ങനെ ഏത് കുട്ടിയാലും ഇത് തന്നെ ചെയ്യും. പക്ഷേ ചില സബ്ജക്റ്റിന് ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് അങ്ങനെ ആർക്കും വേണ്ടാത്ത കുറച്ച് ഊഹാപോഹ പരീക്ഷകളുണ്ട്. അത് പൊട്ടിയ വലിയ ചെയ്യുന്നതിൽ നമുക്ക് അടുത്ത സെമസ്റ്ററിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മെയിൻ സബ്ജക്ട്സ് ഒന്നും പൊട്ടാൻ പാടില്ല. ഒരു റീടേക്ക് കിട്ടും, അതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഇയർ ബാക്ക്. പിന്നെ സപ്ലി വെച്ച് നമുക്ക് പോകാനേ പറ്റത്തില്ല മെയിൻ സബ്ജക്ട്സ് വെച്ചിട്ട്. അറ്റൻഡൻസിൻ്റെ കാര്യം മുൻപ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. പിന്നെ ആദ്യം പറയാമെന്ന് പറഞ്ഞ കാര്യം, എൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കോഴ്സിനും അതേപോലെ അല്ല. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനോട് ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ പല കോഴ്സ് പഠിക്കുന്നവരുണ്ട്. അതിനകത്ത് ഒരുത്തന് ഇതേ അവസ്ഥയാണ്. അവൻ ക്രിമിനൽ ജസ്റ്റിസോ എന്തൊരു കോഴ്സിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതാണ് അവൻ പഠിക്കുന്നത്. അവനിങ്ങനെ തന്നെയാണ്, ഇയർ ബാക്ക് തന്നെയാണ്. മെയിൻ സബ്ജക്ട്സ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ബാക്കാണ്. പക്ഷേ സബ്ജക്ട്സ് വളരെ കുറവുള്ളൂ, 1, 2, 3 കണ്ടുള്ളൂ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ സീനാണ്, ഇയർ ബാക്കാണ് പറയുന്നത്. ഒരു 2 റീടേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് 2 പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ബാക്ക്. അതിന് തുറന്ന് എഴുതാൻ പേയ്മെൻ്റ് ഒന്നുമില്ല. രണ്ടാമത്തെ റീടേക്ക് എഴുതാൻ എന്തൊരു ചെറിയൊരു എമൗണ്ട് കൊടുക്കണം യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ ഇപ്പോൾ BBA അങ്ങനത്തെ കോഴ്സാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. അണ്ടിൽ സംക്രാന്തിക്ക് ഒരു പരീക്ഷ ഉണ്ടാവുള്ളൂ. ക്ലാസിൻ്റെ കാര്യയിലും അത്രയും കുറവായിരിക്കും. പാർട്ട് ടൈം ജോലിയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും, വലിയ സീനില്ല. കാരണം എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. BBA മാത്രമല്ല, വേറെ കുറേ മാനേജ്മെൻറ്റ് കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ക്ലാസ് കാണും. ചിലപ്പോൾ ഒരു മാസത്തിലാണ് 1 ക്ലാസ് 2 ക്ലാസ്സൊക്കെ കാണുള്ളൂ. പരീക്ഷയുടെ കേസിൽ അങ്ങനെ തന്നെ വലിയ അത്രയും സ്ട്രിക്റ്റ് അല്ല. ഇപ്പം എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം ഹോളിൽ തന്നെ 3 ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി പോക്കേണ്ട രീതിയിലുള്ള പരിപാടിയാണ്. കട്ട പാടായിരിക്കും. അപ്പോൾ അതാണ് ആ കേസ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്നും കൂടി ഏറ്റവും ആദ്യം പറഞ്ഞൊരു ചോദ്യം, എങ്ങനെ പാർട്ട് ടൈം ജോലിയും ഈ പഠിത്തവും പരീക്ഷയും കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിമുട്ടിക്കുന്നു എന്നുള്ളത്. എൻ്റെ കേസിൽ ഞാൻ പറയാം. അതിന് മുന്നേ ഇപ്പോൾ ബാക്കി കോഴ്സ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ അത്രയും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. മെഡിസിനാണ് ഇവിടെ അങ്ങനെ ഏറ്റവും വലിപ്പിക്കലും ബുദ്ധിമുട്ടും വരേണ്ടത്. അതല്ലാതുള്ള കോഴ്സിന് അത്ര വലിയ ഇഷ്യൂസ് ഇല്ല, രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട്. കാരണം സബ്ജക്ട്സ് ഇത്തിരി കൂടി ഈസിയാണ്, ഇച്ചിരി കൂടി പിള്ളേർക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിട്ടാണ് യൂണിവേഴ്സിറ്റിയും അപ്രോച്ച് ചെയ്യണം. അതുകൊണ്ട് ഒരു വലിയ സീനില്ല. അപ്പോൾ അതാണ് ആ കേസ്. അവർക്ക് വലിയ സീനില്ല. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഇച്ചിരി കൂടി നല്ലതായതുകൊണ്ടും എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം അവർ വാരിക്കോരി തരുന്നത് കൊണ്ടും എനിക്ക് ജോലി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾ ഞാൻ നല്ല രീതിയിൽ പോകും. ചില ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ ഈ മാസം തന്നെ ഒരു ശനി ഞായർ ഞാൻ പോയത്, മൊത്തം കൂട്ടി വന്നപ്പോൾ 16, 14 എന്ന് പറയുമ്പോൾ 30 മണിക്കൂർ ഞാൻ പോയി. ഒറ്റൊരു ശനി ഞായർ 30 മണിക്കൂർ പോയി. പിറ്റേ ഒരാഴ്ച ഞാൻ അങ്ങനെ തന്നെ ഒരു 14, 13 പോയി. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ പോകുന്നു, പരമാവധി മണിക്കൂർ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത മാസത്തേക്കുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നു. ഇന്നിപ്പോൾ ശരിക്കും എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ഇന്ന് ഞാൻ പോകുന്നില്ല, ഞാൻ കുത്തിരുന്ന് പഠിക്കാൻ. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയും കൂടി മനസ്സിലാക്കുന്ന എംപ്ലോയറാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഒരു ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ വർക്ക് കൾച്ചർ ഉള്ള സ്ഥലം കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
കിട്ടിയ ഒരു സ്ഥലത്തിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. നല്ല സ്ഥലമാണെങ്കിൽ ഫോർ ഷുവർ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നോക്കി നല്ലൊരു സ്ഥലത്തേക്ക് മാറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വർക്ക് ലോഡ് തരും, അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സ്മൂത്താക്കി തരുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ഭക്ഷണം മേടിക്കാനായിട്ടുള്ള ഒരു ചെറിയ ട്രബിൾ വന്നപ്പോൾ കമ്പനി എനിക്ക് കാശ് എടുത്തു പോയി ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. അപ്പോൾ നല്ലൊരു വർക്ക് സ്പേസും അതേപോലെ കുറച്ച് നല്ല ആൾക്കാരും കൂടി അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ പേരിൽ എൻ്റെ ജോലിക്കാര്യം അങ്ങനെ ആ ഒരു വഴിക്ക് പോകുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പുറത്തിറങ്ങി പിന്നെ ജോലിയെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നു, യൂണിവേഴ്സിറ്റി പഠിത്തം കാര്യങ്ങൾ, ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് പോയി അവിടുത്തെ അവിടെ ഉള്ളപ്പോൾ അവിടുത്തെ കാര്യം, അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ അതൊന്നും ഇങ്ങടേക്ക് കൊണ്ടുവരില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും കൊണ്ടുവരാറില്ല. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോണേ. എൻ്റെ കൂട്ടുകാരനായാലും അങ്ങനെ തന്നെയാണ്. അവൻ മെക്ഡിയിൽ ജോലി ചെയ്യണം, അതല്ലാതെ ജോലി ചെയ്യുന്ന ടീമുകളുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ടീമുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ മെക്ഡിയിൽ ജോലി എന്ന് പറഞ്ഞതിന് ഇഷ്ടംപോലെ അവേഴ്സ് കിട്ടുന്നുണ്ട്. മാസം അവൻ എങ്ങനെ പോയാലും ഒരു 200+ പോകുന്നുണ്ട്, അല്ല ഒരു 160+ പോകുന്നുണ്ട്. അവന് ക്ലാസ് അതിനനുസരിച്ച് വരുന്നുള്ളൂ. പരീക്ഷയുടെ കേസായാലും വല്ല കാലത്തൊരു പരീക്ഷ ഉള്ളൂ, അത്ര സ്ട്രിക്റ്റ് അല്ല. അതൊക്കെയാണ് ആ കാര്യങ്ങൾ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ പാർട്ട് ടൈം ജോലിയും സ്റ്റഡീസും ക്ലാസ്സും മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളത്. അതിന് ഒറ്റ വാക്കിലൊരു ഉത്തരം പറയുകയാണെങ്കിൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് എന്നും നമുക്ക് പറയാം. എല്ലാം മാനേജ് ചെയ്യുന്നു, അപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പം കൃത്യം പങ്ക്ച്വലാവുക എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയില്ലേ, അതേ സ്കീം തന്നെ. നമ്മൾ ഇന്ന സമയത്ത് എണീക്കണം എന്ന് പറയുന്നു, ഇന്ന സമയത്ത് എണീക്കുന്നു. ഇന്ന സമയത്ത് ജോലിക്ക് കയറണം പറയുന്നു, ഇന്ന സമയത്ത് ജോലിക്ക് കയറുന്നു. ജോലി ഇന്ന സമയത്ത് കഴിയുന്നു എന്ന് പറയുന്നു, ഇന്ന സമയത്ത് കഴിയുന്നു. ഇന്ന സമയത്ത് തിരിച്ച് ഹോസ്റ്റലിലെത്തുന്നു, ഇന്ന സമയത്ത് കുളിക്കുന്നു, ഇന്ന സമയത്ത് ഫുഡ് പരിപാടിയിൽ, ഇന്ന സമയത്ത് പഠിക്കാനിരിക്കുന്നു. അത് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ മണി മാനേജ്മെൻറ്റും പക്കയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ലൈനിൽ കൂടെ തന്നെ സ്മൂത്തായിട്ട് അങ്ങനെ പൊക്കോളും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്ത് വന്നാലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, എന്നാലും ഒരു പരിധി വരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു പൊക്കോളും. പിന്നെ പാർട്ട് ടൈം ജോലിയുടെ കേസാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുക, കിട്ടും, കിട്ടാതിരിക്കില്ല. കാരണം ഞാനിപ്പോൾ ഫേസ്ബുക്കിലായാലും വെറുതെ ഒന്ന് ജോബ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറഞ്ഞ ആഡ്സ് ഒക്കെ ഓരോ വർക്ക് ഈ പറയുന്ന ഏജൻസിക്കാരുടെയാണ്. അതായത് പോളണ്ടിലുള്ള പോളിഷ് ഏജൻസീസിൻ്റെ വർക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എനിക്ക് പറഞ്ഞത്. അതിനകത്ത് ഞാനൊരു ഓളത്തിന് ഒരു 4-5 വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരുടെയൊക്കെ ജോബ് വേക്കൻസീസ് ഉണ്ട്, അത് അവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. മെയിൻ സിറ്റീസ് ആണെങ്കിലാണ് ഈ പറയുന്ന ഇത് കിട്ടുക, ലൈക്ക് ഈ ഒരു സംഭവം കണ്ടത്. കാരണം ഇതേ സംഭവം ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ്റെ സ്ഥലത്ത് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല. അതാണ് ആ കേസ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എളിയ കുഞ്ഞി വീഡിയോ നമ്മൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലരും ചോദിച്ചു പരീക്ഷ മൊത്തം എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യണേ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. സ്ട്രെസ് പിന്നെ വഴിയാനും. അതാണ് എൻ്റെ കേസ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കും, ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കും. എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് കാര്യം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ ഒരു നല്ല വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, അപ്പം ശരി, ബൈ.